കടൽ നിരപ്പിൽ നിന്നും 13,500 13,600 അടി മുകളിൽ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ശിവൻ പറഞ്ഞു, നിൽക്കൂ. മഞ്ഞിൽ മാതാപിതാക്കളുടെ കാൽപ്പാടുകൾ പോലുമില്ല. ഈ ചെറുക്കൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നു ചേർന്നത്? അവർ തിരിച്ചു വന്നപ്പോൾ ആ കുഞ്ഞ് വീടിനകത്തു നിന്നും താനെ കതകടച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെന്നെ ഒട്ടും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ഊർജത്തെ പ്രതിഷ്ഠിക്കാം. ശിവനും പാർവതിയും ബദരീനാഥിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ ഒരു ചൂടുനീരുറവ ഉള്ളതുകൊണ്ട് അവരവിടെ താമസിച്ചു. അങ്ങനെ അവർ അവിടെ ചെറിയൊരു കുടിലിൽ കടൽ നിരപ്പിൽ നിന്നും 13,500 13,600 അടി മുകളിൽ ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം അവർ ആ ചൂടുനീരുറവയിൽ കുളിക്കാൻ പോയി. അവർ തിരിച്ചു വന്നപ്പോൾ വാതിലിന് പുറത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. കാണാൻ അതീവ സുന്ദരനായ ഒരു കുഞ്ഞ്. പാർവതിക്ക് എപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് അവർക്കൊരു കുട്ടിയില്ല, ഇനിയോട്ട് ഉണ്ടാവുകയുമില്ല. കാരണം ശിവനിൽ ഒരു മനുഷ്യന്റെ ബീജമില്ല. അവരൊരു മനുഷ്യ സ്ത്രീ ആയതുകൊണ്ട് ശിവന്റെ ഉള്ളിലുള്ളതിനെ ഉൾക്കൊള്ളാൻ അവൾക്കാവില്ല. അതുകൊണ്ട് അവർക്കൊരു കുഞ്ഞുണ്ടാകില്ല. ഈ ഒരു നിരാശയിൽ നിന്നാണ് അവർ ഗണപതിയെ സൃഷ്ടിച്ചത്. ഈ ഒരു നിരാശയിൽ നിന്നാണ് കാർത്തികേയന്റെ ബാക്കിയുണ്ടായിരുന്ന ഭാഗം, 6 കുട്ടികളിൽ ബാക്കിയുണ്ടായിരുന്നതിനെ അവർ കാർത്തികേയനാക്കി മാറ്റിയത്. ഇപ്പോൾ തൻ്റെ വീട്ടുപടിക്കൽ ഈ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവരുടെ മാതൃസഹജമായ വികാരങ്ങൾ ഉണർന്നു. അവർ ആ കുട്ടിയെ എടുക്കാനായി അടുത്തുപോയി. ശിവൻ പറഞ്ഞു, നിൽക്കൂ, ആ കുഞ്ഞിനെ തൊടരുത്. ഒരു കുഞ്ഞ് കടൽ നിരപ്പിൽ നിന്ന് ഏകദേശം 14,000 അടി ഉയരത്തിൽ ചുറ്റും ആരുമില്ലാതെ തനിയെ വന്നു ചേരുക എന്നു പറഞ്ഞാൽ അതൊരു നല്ല കുഞ്ഞല്ല. അതിനെ തൊടരുത്. പാർവതി ചോദിച്ചു, നിങ്ങൾക്കത് എങ്ങനെ പറയാൻ കഴിയുന്നു? ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ഭംഗിയുള്ള കുഞ്ഞാണ് ഇത്. എന്നിട്ട് അവർ കുഞ്ഞിനെ എടുത്തു. ശിവൻ പറഞ്ഞു, നോക്കൂ, ഇതൊരു നല്ല കുഞ്ഞല്ല. അവൻ എന്തിനാണ് നമ്മുടെ വീട്ടുപടിക്കൽ വന്നത്? അതും തനിയെ. ചുറ്റും ആരുമില്ല. മഞ്ഞിൽ മാതാപിതാക്കളുടെ കാൽപ്പാടുകൾ പോലുമില്ല. ഈ ചെറുക്കൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നു ചേർന്നത്? അതിനെ അങ്ങ് ദൂരേക്കെറിഞ്ഞു കളയൂ. നമ്മൾ തൊടാൻ പാടുള്ള ഒരു കുഞ്ഞല്ലത്. അവർ മാതൃവികാരങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. അവർ പറഞ്ഞു, അതൊന്നും പറ്റില്ല. അവർ ആ കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. 24 hours of boom, 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 everything happened. അടുത്ത ദിവസം വീണ്ടും അവർ കുളിക്കാൻ പോയി. അവർ തിരിച്ചു വന്നപ്പോൾ ആ കുഞ്ഞ് വീടിനകത്തു നിന്നും താനെ കതകടച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേരെയും അകത്ത് കയറ്റുന്നുമില്ല. പാർവതി ചോദിച്ചു, ഇതെങ്ങനെ സാധ്യമാകും? ഒരു കുഞ്ഞിനകത്തു നിന്ന് എങ്ങനെ കതകടയ്ക്കാൻ കഴിയും? ഒരു കുഞ്ഞിന് 14,000 അടി ഉയരത്തിൽ വന്നു ചേരാൻ കഴിയുമെങ്കിൽ ആ സാധനത്തിന് എന്തും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് ഈ സ്ഥലം വിടേണ്ടി വരും. അവൻ അകത്ത് കയറി സ്വയം പൂട്ടിയിരിക്കുകയാണ്, നമുക്ക് പോകാം. പാർവതി പറഞ്ഞു, പക്ഷേ ഇത് നമ്മുടെ വീടല്ലേ? അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ഇന്ന് നമ്മുടെ വീടായിരിക്കാം. പക്ഷെ നമ്മൾ തെറ്റായ ആളുകളെ അകത്ത് കയറ്റിയാൽ അത് നമ്മുടേതായിരിക്കില്ല. അങ്ങനെ അവർ 12,700 അടി ഉയരമുള്ള കാന്തി സരോവറിലേക്ക് മാറി. അങ്ങനെ അദ്ദേഹത്തിന് തൻ്റെ വീട് നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് അകത്ത് കയറി കതകടച്ചതുകൊണ്ട് അത് വിഷ്ണുവായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഇവിടെയായാലും അവിടെയായാലും ഒരു സന്യാസിയായ യോഗിക്ക് എന്ത് വ്യത്യാസം വരാനാണ്? ശിവനെല്ലാം ഒന്നു തന്നെയാണ്. പക്ഷെ എനിക്കിത് പ്രധാനമാണ്, എനിക്കിവിടെ കഴിയണം. അതുകൊണ്ട് ശിവൻ അതറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്ക് മുന്നോട്ട് പോകാം. അദ്ദേഹം കേദാറിനടുത്തുള്ള കാന്തി സരോവറിലേക്ക് മാറി. പക്ഷെ യോഗികളും അദ്ദേഹത്തെ പിന്തുടർന്ന മറ്റുള്ളവരും അവർ കേദാറിൽ താമസമുറപ്പിച്ചു. കാരണം അവർക്ക് എപ്പോഴും മുകളിലേക്ക് വരണമായിരുന്നു, കാന്തി സരോവറിലേക്ക്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ഒട്ടും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഞാൻ
എൻ്റെ ഊർജത്തെ പ്രതിഷ്ഠിക്കാം. അങ്ങനെ അദ്ദേഹം കേദാർ സ്ഥാപിച്ചു. പിന്നെ ഇന്നും കേദാർ ശബ്ദവും രൂപവും തമ്മിലുള്ള ജാമതീയമായ പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ ശിവൻ എന്ന ശബ്ദത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് കേദാറാണ്. അങ്ങനെ അദ്ദേഹം അത് സ്ഥാപിച്ചു. യോഗികൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് അവിടെ കഴിയാം. കാന്തി സരോവറിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 7 ശിഷ്യന്മാരും ഇന്ന് സപ്തർഷികളെന്ന് ആഘോഷിക്കപ്പെടുന്നവർ. അവർ യോഗയുടെ ഉദ്ബോധനത്തിനും ശിക്ഷണങ്ങൾക്കും അതിനൊപ്പം നടന്ന മറ്റ് നാടകീയമായ കാര്യങ്ങൾക്കുമായി അവിടെ താമസമുറപ്പിച്ചു. അതുകൊണ്ട് കാന്തി സരോവറാണ് ഏറ്റവും ആദ്യത്തെ യോഗ പ്രോഗ്രാം നടന്ന സ്ഥലം. ഇതൊരു ചെറിയ കാലയളവിലുള്ള വാരാന്ത്യ പ്രോഗ്രാം ഒന്നുമായിരുന്നില്ല. വളരെ നീണ്ടൊരു യോഗ പ്രോഗ്രാമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം വിശദീകരിച്ചു മുഴുവൻ പ്രപഞ്ചവും മനുഷ്യന്റെ നിലനിൽപ്പും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഇതെങ്ങനെ പരിവേഷണം ചെയ്യാം, ഇതിനുള്ള വ്യത്യസ്ത വഴികൾ എന്തൊക്കെയാണ്, ഒരു വ്യക്തിയായ മനുഷ്യന് തൻ്റെ അനുഭവത്തിൽ എങ്ങനെ പ്രപഞ്ചത്തോളം വളരാൻ കഴിയും. ഈ ഒരു സമ്പൂർണ്ണ രീതിയെയാണ്, അതായത് ഒരു വ്യക്തിയായ മനുഷ്യന് നമ്മുടെ നിലനിൽപ്പിൻ്റെ സാർവത്രികത അനുഭവിക്കാൻ കഴിയുന്ന ആ രീതിയെയാണ് യോഗയെന്ന് വിളിക്കുന്നത്. ഒരുപാട് രൂപാന്തരീകരണങ്ങളിലൂടെയും വക്രീകരണങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ അത് പ്രപഞ്ചത്തെ പര്യവേഷണം ചെയ്യുന്നതിൽ നിന്നും പ്രപഞ്ചവുമായി പൊരുത്തപ്പെടുന്നതിൽ നിന്നും ശരീരം വളച്ചൊടിക്കുന്നതിലേക്ക് മാറി. അവസാനം ഇപ്പോൾ ബാക്കി വന്ന നൂഡിൽസ് പോലെ കാണപ്പെടുന്ന അവസ്ഥയിലായി മാറിയിട്ടുണ്ട്. യോഗ ഒരുപാട് വക്രീകരണങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം അതൊരു ജീവിക്കുന്ന സത്യമാണ്. ഏതു സമയത്തും നാളെ ലോകത്തിലുള്ള എല്ലാവരും യോഗ പരിശീലനം ഉപേക്ഷിക്കുകയാണെന്ന് കരുതുക. പക്ഷെ 1000 വർഷങ്ങൾക്കു ശേഷം ആരെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയാൽ അത് അപ്പോഴും അവിടെ ഉണ്ടാവും. കാരണം അത് നശിപ്പിച്ചു കളയാൻ ഇതൊരു ഗ്രന്ഥമല്ല. അത് വെറുതെ മനുഷ്യന്റെ ഓർമ്മയിൽ മാത്രമുള്ളതല്ല. ഇത് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നൊരു സത്യമാണ്. കാര്യം ഇത്രമാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ വെളിച്ചത്താക്കാൻ സൂക്ഷ്മമായ ഗ്രഹണശക്തിയും ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും ഈ പരിവേഷണത്തിന് ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം. പക്ഷെ അതെപ്പോഴും അവിടെയുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന ഭയം വേണ്ട. പക്ഷേ ഒരുപാട് തലമുറകൾക്ക് അത് നഷ്ടമായേക്കാം. അതുകൊണ്ട് ഈ ഒരു തലമുറയ്ക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ചരിത്രത്തിലാദ്യമായി നമുക്ക് ആശയവിനിമയത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഈ ഭൂമിയിലെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതേസമയം തന്നെ ഇതേ ആശയവിനിമയ ഉപകരണങ്ങൾ തന്നെയാണ് മനുഷ്യരെ ഏറ്റവും അധികം വഴിതെറ്റിക്കുന്ന ഒന്നായി മാറിയിട്ടുള്ളതും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം. അതുകൊണ്ട് അവയെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുക. ഇതൊരു സാധ്യതയായി മാറുന്നുവെന്ന് ഉറപ്പാക്കുക. അല്ലാതെ ശ്രദ്ധ വഴിതിരിച്ചു വിടുന്നതാകരുത്. ഇത് മനുഷ്യനെ ഉയർന്നൊരു പ്രക്രിയയായി മാറുന്നുവെന്ന്, അല്ലാതെ ഒരാശയക്കുഴപ്പത്തിൻ്റെ കൂട്ടമായി മാറുന്നില്ലെന്ന് ഉറപ്പിക്കുക. ഇത് ഈ തലമുറ എന്ന നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്.